മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നായകന്റെയും എല്ലാ കാര്യങ്ങളും ധൈര്യത്തോടെ നേരിട്ട് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് ഹോം ഡെലിവറി ചെയ്യുന്ന നായികയുടെയും കഥ പറയുന്ന 2022 സ്റ്റാർ പ്ലസിൽ പുറത്തിറങ്ങിയിട്ടുള്ള ബണ്ണി ചോ ഹോം ഡെലിവറി എന്ന സീരിയലാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനായ യുവാൻ വീടിന് പുറത്തിരുന്നിട്ട് മഴയത്ത് വയലിൻ വായിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജോലിക്കാർ വന്നിട്ട് അവനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പറയുമ്പോൾ അവൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഭക്ഷണമൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവന് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കൊച്ചു കുട്ടികളുടെ പോലെ വാശിയോടെയാണ് പെരുമാറിയിരുന്നത്. എനിക്ക് ഈ ഭക്ഷണം വേണ്ട, ഞാനിത് കഴിക്കില്ല എന്ന് അവൻ ആ ജോലിക്കാരോട് പറയുമ്പോൾ അവർ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ റൂമിൽ കൊണ്ടുപോയിട്ട് അടച്ചിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ ഒറ്റയ്ക്ക് ആ റൂമിലിരുന്ന് കരയുന്നുണ്ട്. അതിനുശേഷം യുവാന്റെ മുത്തശ്ശൻ ദേവരാജ് സിംഗ് കാറിലിരുന്ന് യുവാനെ പറ്റി ആലോചിക്കുകയാണ്. അവൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവോ, വാശി കാണിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ആൾ സങ്കടത്തോടു കൂടെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആൾ വീട്ടിലെത്തുമ്പോൾ വീടാകെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. മഹാശിവരാത്രിയുടെ പൂജ നടക്കുന്ന സ്ഥാനത്ത് ഒരു പാർട്ടിക്കുള്ള ഒരുക്കങ്ങളാവും അവിടെ നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെ വീട്ടിനകത്ത് നിന്ന് കൽപ്പനയും ആഞ്ചലും വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ദേവരാജിന്റെ സഹോദരിയായ സുലേഖയുടെ മക്കളാണ്. എന്നിട്ട് അവർ അയാളോട്, മാമ എന്തായാലും വന്നത് നന്നായി, നിങ്ങളുടെ വലിയ മരുമകൾ മാലിനിക്ക് ഈ വർഷത്തെ ബെസ്റ്റ് വുമൺ എന്റർപ്രീനിയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പാർട്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദേവരാജ് അവരോട്, ഇന്ന് മഹാശിവരാത്രിയല്ലേ, അതിൻ്റെ പൂജയല്ലേ ഇവിടെ നടക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ, എന്തായാലും പൂജയും പാർട്ടിയും ഒപ്പം നടക്കില്ലല്ലോ, അതുകൊണ്ട് ഇന്നത്തെ പൂജ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ദേവരാജ് ആകെ സങ്കടപ്പെട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നായികയായ ബണ്ണിയെയാണ് കാണിക്കുന്നത്. അവൾ ഒരു കച്ചവടക്കാരനോട് അവൾക്ക് മായം കലർത്തിയ അരിയും പച്ചക്കറിയൊക്കെ കൊടുത്തതിന് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അയാളുമായിട്ട് തർക്കിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്ന ഭക്ഷണം നല്ല വൃത്തിയും നല്ലതുമാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ആർക്കും ഒരു ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ മായം കലർത്തിയിട്ടുള്ള സാധനങ്ങളൊന്നും ഇവിടെ കണ്ടുപോകരുതെന്നൊക്കെ അയാളോട് അവൾ പറയുകയാണ്. അങ്ങനെ അയാൾ, ഞാനിനി എന്തായാലും എല്ലാവർക്കും നല്ല സാധനങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ, ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ബണ്ണിയോട് പറയുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെയും പാർട്ടി നടക്കുന്ന യുവാന്റെ വീട് കാണിക്കുകയാണ്. അവിടെ ദേവരാജിന്റെ രണ്ടാമത്തെ മകനായ വീർ സിംഗ് ആളുടെ ഭാര്യയോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഭാബി മാലിനി വളരെ കഴിവുള്ള സ്ത്രീയാണെന്നൊക്കെ പറയുമ്പോൾ വൃന്ദയ്ക്ക് അതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല. അപ്പോൾ ആ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് മാലിനി വരുന്നുണ്ട്. അപ്പോൾ ഈ മാലിനി ദേവരാജിൻ്റെ ആദ്യത്തെ മകനായ ഹേമന്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ്. അതായത് യുവാൻ്റെ രണ്ടാനമ്മയാണ് ഈ മാലിനി. പിന്നെ യുവാനെ കാണിക്കുകയാണ്. അവൻ അവൻ്റെ റൂമിലിരുന്നിട്ട് ഒരു ശംഖ് ചെവിയോട് അടുപ്പിച്ചിട്ട് അമ്മയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എൻ്റെ അമ്മ പറയുമായിരുന്നു, ഭൂമിയിലുള്ള ഓരോ വസ്തുവിലും സംഗീതമുണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ജോലിക്കാർ വന്നിട്ട് അവനോട് ജ്യൂസ് കുടിക്കാൻ പറയുമ്പോൾ അവനത് തട്ടിത്തെറിപ്പിച്ചിട്ട് എനിക്ക് ജ്യൂസൊന്നും വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഷർട്ടിലുള്ള ഒരു അമ്പിളിമാമൻ്റെ ചിഹ്നമുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് നിലത്തേക്ക് വീഴാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ, എൻ്റെ അമ്പിളിമാമൻ എന്തിയെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സങ്കടത്തിൽ കരഞ്ഞിട്ട് അതിന് വേണ്ടി തിരയുന്നുണ്ട്. അപ്പോൾ ഇതവൻ്റെ അമ്മ അവനെ ചെറുപ്പത്തിലെ അവൻ്റെ ഡ്രസ്സിൽ തയ്ച്ച് വെച്ച് കൊടുത്തതായിരിക്കും. പിന്നീട് മാലിനി വീറിൻ്റെയും വൃന്ദയുടെയും മകനായ വിരാജിനോട്, യുവാൻ ഒരിക്കലും താഴത്തേക്ക് വരാൻ വേണ്ടി പാടില്ല, അവൻ ആ റൂമിൽ പൂട്ടിയിടണം, അവൻ താഴത്ത് വന്നാൽ അതെനിക്ക് ഏറ്റവും വലിയ അപമാനമാണെന്ന് പറയുന്നുണ്ട്. ഈ സമയം യുവാൻ, എനിക്ക് എൻ്റെ അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞിട്ട് ജോലിക്കാരോട് വാശി പിടിക്കുന്നുണ്ട്. അവൻ്റെ ഡ്രസ്സെല്ലാം അവൻ തന്നെ അഴിച്ചിടുന്നുണ്ട്. എന്നിട്ട് ആ റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഓടുകയാണ്. അപ്പോൾ അവൻ്റെ പിന്നാലെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ജോലിക്കാർ ഓടുന്നുണ്ടെങ്കിലും അവനെ പിടിക്കാൻ പറ്റുന്നില്ല. അവൻ നഗ്നനായി തന്നെ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാവരും അവനെ കണ്ട് പരിഹാസത്തോടു കൂടെ ചിരിക്കുന്നുണ്ട്. മാത്രമല്ല മീഡിയക്കാരെല്ലാം അവൻ്റെ ആ ദൃശ്യം ക്യാമറയിൽ പകർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ അതൊക്കെ കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് അവിടെ നിന്ന് കരയുകയാണ്. അപ്പോൾ മാലിനിയൊക്കെ അവിടെ നല്ല ദേഷ്യത്തിൽ അവനെ നോക്കി നിൽക്കുമ്പോൾ മുത്തശ്ശൻ മാത്രം അവനെ സങ്കടത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനെ കണ്ടതും അവൻ മുത്തശ്ശനെ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം മാലിനിയുടെയും ഹേമന്തിൻ്റെയും മകളായ പലക്ക് ദേവരാജിൻ്റെ അടുത്തേക്ക് ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാലിനിക്കും ഹേമന്തിനും ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്. അപ്പോൾ അവളുടെ പേര് മാഹിറ എന്നാണ്. അപ്പോൾ യുവാന് ഹേമന്തിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ്.
അപ്പോൾ പലക്ക് മുത്തശ്ശായി ഭക്ഷണം കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നീ ഇത് എവിടെ നിന്ന് ഓർഡർ ചെയ്തതാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ബന്നി എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ്, നല്ല ടേസ്റ്റാണ്, ഈ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാൻ ചേട്ടനെ ഇതുപോലത്തെ ഭക്ഷണം ഓർഡർ ചെയ്ത് കൊടുക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവരാജ് അതൊന്നും വേണ്ട, അവനിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഒരമ്മയുടെ സ്നേഹമാണെന്ന് പറയുമ്പോൾ മടിയിൽ കിടക്കുന്ന യുവാന് പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം മാലിനി വിരാജിനോട് ഇന്നലെ ഉണ്ടായത് എൻ്റെ ലൈഫിലെ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്, ഇനി അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല, എനിക്ക് അവനെ കൊണ്ട് ഒരാവശ്യമുണ്ട്, അത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് അവനെ ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യൂ എന്ന് മാലിനി വിരാജിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടായതിന് അവൻ എന്തെങ്കിലും ശിക്ഷ കൊടുക്കണമെന്നും അവൾ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ വിരാജ് യുവാൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനെ നന്നായിട്ട് അടിക്കുന്നുണ്ട്, നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞിട്ട് എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും കേൾക്കുന്നില്ല, അവനെ നന്നായിട്ട് ഉപദ്രവിക്കുകയാണ്. അതിനുശേഷം ബന്നിയുടെ അടുത്തേക്ക് അവളുടെ മാമി വന്നിട്ട് ഇന്ന് എന്തിനാ നീ ആ കച്ചവടക്കാരനോട് തർക്കിക്കാൻ പോയതെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അവള് ഞാൻ എന്തായാലും തെറ്റ് കണ്ടാലും മിണ്ടാതിരിക്കാനൊന്നും പോകുന്നില്ല, ശക്തമായ മറുപടി കൊടുക്കുക തന്നെ ചെയ്യും, എൻ്റെ അമ്മയുടെ പോലെ മിണ്ടാതെ ഇരിക്കില്ല, എൻ്റെ അമ്മ അന്ന് മിണ്ടാതെ ഇരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം അവൾ എല്ലാ വീട്ടിലേക്കും ഹോം ഡെലിവറി ആയിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നുണ്ട്, വളരെ സ്നേഹത്തിൽ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ഭക്ഷണം കഴിച്ചിട്ട് അവർക്കെല്ലാം അതൊരുപാട് ഇഷ്ടമാവുന്നുണ്ട്. അതിനുശേഷം അവൾ അമ്പലത്തിലേക്ക് ചെന്നിട്ട് ഇന്നത്തെ 150ാമത്തെ കസ്റ്റമറെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരണേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം അവിടേക്ക് യുവാനും മുത്തശ്ശനും കൂടിയിട്ട് വരികയാണ്. അപ്പോൾ ബന്നിയുടെ കയ്യിലിരിക്കുന്ന അവളുടെ ഹോം ഡെലിവറിയെ കുറിച്ചുള്ള ആ നോട്ടീസ് പറന്ന് പോകുമ്പോൾ യുവാൻ അതൊക്കെ പറക്കി കൂട്ടിയിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശന് ആ നോട്ടീസ് കണ്ടിട്ട് ഇന്നലെ പലക്ക് വന്ന് പറഞ്ഞത് ഈ കുട്ടി ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് യുവാന് എന്തായാലും ഇനിയിപ്പോൾ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാമെന്നും ആൾ മനസ്സിൽ വിചാരിച്ചിട്ട് അവളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എൻ്റെ പേരമകന് നല്ല ഭക്ഷണം കഴിക്കണം, അതുകൊണ്ട് ഇന്ന് മുതൽ മോള് അവനുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കണം എന്നൊക്കെ അവളോട് പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവാണ്. ദൈവത്തിന് അപ്പോൾ തന്നെ അവൾ നന്ദി പറയുന്നുണ്ട് 150ാമത്തെ കസ്റ്റമറെ കൊടുത്തതിന്. എന്നിട്ട് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ മെനു മുത്തശ്ശന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെയൊന്നും വേണ്ട, നീ സ്നേഹത്തോടെ വിളമ്പുന്ന എന്ത് ഭക്ഷണമായാലും യുവാന് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ഭക്ഷണവും സ്നേഹത്തോടു കൂടെ തന്നെയാണ് വിളമ്പുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ ബണ്ണി സന്തോഷത്തിൽ അവളുടെ കയ്യിലുള്ള രസഗുള യുവാന് കൊടുക്കുമ്പോൾ അവനത് തട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പോൾ അവൾക്ക് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് അവനെ ചീത്ത പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ മുത്തശ്ശൻ അത് തടഞ്ഞിട്ട് അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് യുവാൻ എന്നൊക്കെ അവളോട് പറയുമ്പോൾ അവൾക്ക് നന്നായിട്ട് വിഷമം തോന്നുകയാണ്. അപ്പം മുത്തശ്ശൻ യുവാൻ 3 ദിവസമായി ശരിക്കും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് ബന്നിയോട് പറയുമ്പോൾ ഇതെനിക്ക് വിട്ട് തന്നേക്ക്, അവന് ഞാൻ ഭക്ഷണം കൊടുത്തോളാം എന്ന് ബന്നി പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള പായസമായിട്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് മുത്തശ്ശന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവസാനം ബന്നി അവൻ്റെ കൈയും കാലും പിടിച്ചിട്ട് അവൻ്റെ വായിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശന് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുവാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.